ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. ആദ്യം നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന പോലെ എഡിറ്റോറിയലാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ടൈംസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. പക്ഷെ അത് അത്ര നമ്മളുടെ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽ അല്ല. നമ്മളുടെ ഒരു സിസ്റ്റത്തിലുള്ള റോട്ട്നെസ്, അതിനെ കുറിച്ചാണ് ആ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് പറഞ്ഞേക്കുന്നത്. നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്തതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി എന്നുള്ള പേരിലാണ് ആക്ച്വലി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ അലിഗേഷൻസ് ഉണ്ടാവുന്നത്. ആദ്യം നമ്മളുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ അണ്ടറിലാണല്ലോ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വരുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ മിനിസ്റ്റർ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഈ മുമ്പ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നല്ല പറഞ്ഞിരുന്നത്. ഈ നരേന്ദ്രമോദിയുടെ തന്നെ ഫസ്റ്റ് ടൈമിലൊക്കെ അതിനെ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി എന്നാണ്, HRD മിനിസ്ട്രി എന്നാണ്. ഈ HRD മിനിസ്ട്രി എന്നുള്ള പേര്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി എന്നുള്ള പേര് മാറ്റിയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നായത് റീസെന്റ് ആണ്. സെക്കൻഡ് ടൈമിന്റെ അവസാനമൊക്കെയാണ് അങ്ങനെ ആവുന്നത്, മോഡിയുടെ സെക്കൻഡ് ടൈമിന്റെ അവസാനമൊക്കെ. അപ്പൊ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ അണ്ടറിലാണ് NTA വരുന്നത്. അപ്പൊ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇറഗുലാരിറ്റീസും മറ്റു കാര്യങ്ങളും എല്ലാം അവര് ആക്ച്വലി തുടക്കത്തിൽ ഒരു ഡിനയൽ മോഡിലായിരുന്നു. ഈവൻ ഈ എക്സാം ക്യാൻസലേഷൻ ക്യാൻസൽ ചെയ്തണം, എന്നിട്ട് കുട്ടികൾ ഒന്നേന്ന് റീടെസ്റ്റ് ആവശ്യപ്പെട്ടിട്ട് ഗവൺമെന്റ് അത് ഇതുവരെയ്ക്കും അനുഭാവപൂർണ്ണമായിട്ട് അത് കൺസിഡർ ചെയ്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ അവർ അപ്പോയിന്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. UGCയുടെ നെറ്റ് എക്സാം ഉണ്ടല്ലോ, ആ നെറ്റ് എക്സാമിന്റെ കണ്ടക്റ്റും ഇവർ തന്നെ ആയിരുന്നു, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അവിടെയും അവർക്ക് പാളിച്ചകൾ ഉണ്ടായി, ക്വസ്റ്റ്യൻ ലീക്കേജ് ഉണ്ടായി എന്നുള്ള കാര്യം വിത്ത് പ്രൂഫ് പുറത്തു വന്നു. അപ്പം അവർക്ക് ഇമ്മീഡിയറ്റ്ലി ആ എക്സാം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി. ഒപ്പം NTA ആയിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ഒഫീഷ്യൽസിനെയൊക്കെ മിക്കവാറും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. CBI അന്വേഷണവും ആരംഭിച്ചു. പക്ഷെ നീറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ CBI അന്വേഷണം ഒന്നും ഇതുവരെയും ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ല. പക്ഷെ UGC നെറ്റിന്റെ കാര്യത്തിൽ CBI അന്വേഷണവും ആരംഭിച്ചു. വളരെ നല്ല രീതിയിലാണ്. ഈ രണ്ടാമത്തെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ മിനിസ്ട്രി റെസ്പോണ്ട് ചെയ്തതെന്നും അതി പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മളിപ്പോ റീടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. അവർ പല ഫാർ ഫ്ലങ് ഏരിയാസിലേക്ക് അവർ ട്രാവൽ ചെയ്തിട്ടായിരിക്കും അവർ ഈ എക്സാംസ് എഴുതിയാൽ എഗെയിൻ ദേ നീഡ് ടു ട്രാവൽ ടു ദോസ് പ്ലേസസ്. ഈ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയും അവർ ആ മണി കണ്ടെത്തേണ്ടി വരും. പലരും ലോൺ എടുത്തൊക്കെയാണ് ടെസ്റ്റിന് പഠിച്ചതും പ്രിപ്പയർ ചെയ്തതും ഒക്കെ. അത്തരം കുട്ടികൾക്കൊക്കെ അത് വളരെ ബേർഡനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ റീടെസ്റ്റ് നടത്തിയതുകൊണ്ട് ജസ്റ്റിസ് വിൽ ബി ഡൺ, ദാറ്റ് ഈസ് വൺ സൈഡ്. ബട്ട് അനദർ സൈഡ്, സ്റ്റുഡൻസ് ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ് സഫറിങ്സ് വൺസ് അഗെയിൻ. ദാറ്റ് ഈസ് വെരി ബിഗ് പ്രോബ്ലം ഫോർ ദം. അപ്പം അതാണ്. അപ്പം പിന്നീട് ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഇപ്പോഴും അൺആൻസേർഡ് ആണെന്നാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അതായത് ഈ UGC നെറ്റ് എക്സാം ആദ്യം ഓഫ്ലൈൻ മോഡിലായിരുന്നു. പിന്നെ എക്സാം NTA ഏറ്റെടുത്തതിന് ശേഷം അത് ഓൺലൈൻ മോഡിലേക്ക് കൊണ്ടുവന്ന് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഓൺലൈൻ മോഡിൽ നടക്കാൻ തുടങ്ങിയതാണ്. ആ എക്സാം ഇപ്പം കൊണ്ട് വീണ്ടും ഒരു ഓഫ്ലൈൻ മോഡിലേക്ക് മാറ്റി. ഓഫ്ലൈൻ മോഡിലേക്ക് മാറ്റുമ്പോഴാണ് ക്വസ്റ്റ്യൻ ലീക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ചാൻസസ് ഉള്ളതും കുറച്ചുകൂടെ അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള സൗകര്യങ്ങളുള്ളതും. പക്ഷെ അങ്ങനെ ഒരു ഓഫ്ലൈൻ മോഡിലേക്ക് മാറ്റി എന്തെന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ഇപ്പോഴും എങ്ങൊന്നും കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സ് പിള്ളേർ സീക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും യങ്സ്റ്റേഴ്സ്, പുതിയ വോട്ടേഴ്സ് ആയി മാറേണ്ട കുട്ടികളൊക്കെയാണ് ഈ എക്സാം ഈ NTA പല എക്സാംസ് എഴുതുന്നത്. അതുകൊണ്ട് ഒപ്പോസിഷന് ഭയങ്കര എൻതൂസിയാസത്തോടു കൂടി ഈ പ്രോബ്ലം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാല് ഒപ്പോസിഷൻ ഒക്കെ പറയുന്നത് ഇത് സ്റ്റേറ്റുകളെ ഏൽപ്പിക്കണം, അതായത് സ്റ്റേറ്റുകളെ ഏൽപ്പിക്കണം എക്സാംസ് നടത്താമെന്നാണ്. പക്ഷെ ഇത് ഹിന്ദു പത്രം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ നടത്താൻ വേണമെങ്കിൽ പക്ഷേ ചില എക്സാംസ് നാഷണൽ ലെവലിൽ നടത്താൻ പറ്റൂ. അപ്പൊ സ്റ്റേറ്റുകളുടെ കൂടെ കോഓപ്പറേഷനോട് കൂടി എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ ഫുൾ പ്രൂഫ് ആയിട്ട് ഈ എക്സാം നടത്താമെന്ന് സെൻട്രൽ ഗവൺമെന്റ് തിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. അതുപോലെ NTA എന്നൊരു സംവിധാനം ഇല്ലാതാക്കാണെന്ന് ആരും പറയുന്നില്ല. NTA വേണം, പക്ഷെ NTA കൂടുതൽ എഫിഷ്യന്റ് ആക്കി മാറ്റുക. അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് നമുക്ക് അത്രത്തോളം ആവശ്യമുള്ള എഡിറ്റോറിയൽ അല്ല, പക്ഷെ നമുക്ക് റീഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ന്യൂ കോൾഡ് വാർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ന്യൂ കോൾഡ് വാർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലായിട്ട് ബന്ധപ്പെട്ട് ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞ ദിവസം. അതായിരുന്നു നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ, ഇന്റർനാഷണൽ പേജിൽ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോർത്ത് കൊറിയ എന്ന് പറയുന്ന കൺട്രിക്ക് റഷ്യയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും വളരെ അവരുടെ ഒരു അലയൻസ് പാർട്ണറും ഒക്കെ ആയിരുന്നു ഡ്യൂറിംഗ് ദ എറ ഓഫ് സോവിയറ്റ് യൂണിയന്റെ ആ ഒരു പീരീഡില് കോൾഡ് വാർ നിലനിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അലയൻസ് വേൾഡിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള NATO അലയൻസ് ഉണ്ട്. റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അലയൻസ് ഉണ്ടായിരുന്നു. അന്ന്
ഈസ്റ്റ് ജർമ്മനിയൊക്കെ അതിന്റെ ഭാഗമായിരുന്നു. ജർമ്മനി അന്ന് ബെർലിൻ വാൾ എന്ന് പറഞ്ഞൊരു വാള് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഉണ്ടായിരുന്നു. പിന്നീട് ജർമ്മനി യൂണിഫൈ ചെയ്ത് ഒറ്റ ജർമ്മനിയേ ഉള്ളൂ. മനസ്സിലായോ? റുമേനിയ അങ്ങനെയൊക്കെയുള്ള പോളണ്ട് അതൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. ഇവരെല്ലാം ചേർന്ന് ഒരു അലയൻസ് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പം ആ സോവിയറ്റ് യൂണിയന്റെ ഒക്കെ അവസാനത്തോടു കൂടി റഷ്യ ആക്ച്വലി നോർത്ത് കൊറിയയുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുകയും UN പലപ്പോഴും നോർത്ത് കൊറിയയുടെ എന്താ പറയുന്നത്, പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തെമ്മാടിത്തരങ്ങൾ എന്ന് പറയേണ്ടി വരും. കാര്യം അവർ പലപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റോഗ് നേഷനെ പോലെ ആക്ട് ചെയ്തുകൊണ്ട് വേൾഡിന് എപ്പോഴും ന്യൂക്ലിയർ ത്രെട്ട് അവർ ഇഷ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ബാലിസ്റ്റിക് മിസൈൽസ്, ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസും ഒക്കെ അവര് യാതൊരു ഇന്റർനാഷണൽ ലോസിനോടും ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കാതെ അവർ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സൗത്ത് കൊറിയ എന്ന് പറയുന്ന അവരുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ കൺട്രി എന്ന് പറയുന്നത് സിസ്റ്റർ കൺട്രിയെ അവർ എപ്പോഴും ത്രെട്ടൺ ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ വ്ളാഡിമിർ പുടിനൊക്കെ റഷ്യയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് നോർത്ത് കൊറിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ സാങ്ഷൻസ്, ഉപരോധങ്ങൾ US അതിന്റെ അലയൻസ് പാർട്ട്നേഴ്സും ഒക്കെ ചേർന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും റഷ്യ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ നോർത്ത് കൊറിയയുടെ ന്യൂക്ലിയർ ടാക്ടിക്സ് അതുപോലെ അവരുടെ ന്യൂക്ലിയർ ആംസ് റേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റഷ്യ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് റഷ്യക്ക് നോർത്ത് കൊറിയയുടെ സൈഡിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ വെസ്റ്റേൺ കൺട്രീസ് തന്നെയാണ്. കാര്യം ഞാൻ അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ പറയുന്നില്ല, ഞാൻ പറയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു വാർ പോലും ഉണ്ടാവില്ലായിരുന്നു. കാര്യം പോസ്റ്റ് സോവിയറ്റ് പീരീഡില് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റ് ചെയ്ത് സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തു, ഇൻഡിപെൻഡൻസ്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ എസ്തോണിയ, ജോർജിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവരുമായിട്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തെങ്കിലും അവരെല്ലാം ഈ റഷ്യയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. യുക്രൈനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിന്റെ എസ്പെഷ്യലി US-ന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് പ്രോ റഷ്യൻ ആയിരുന്ന ഗവൺമെന്റിന് 2013 എന്റെ ഓർമ്മ, 2013 12 അട്ടിമറിച്ചിട്ട് അവിടെ ഒരു പ്രോ വെസ്റ്റേൺ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു യുക്രൈനിൽ. അന്ന് തുടങ്ങിയതാണ് ഈ പ്രോബ്ലംസ്. പ്രോ വെസ്റ്റേൺ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ട് പതുക്കെ അവരെ നാറ്റോയിലേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ വരുന്നു. അപ്പോ നാറ്റോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാറ്റോ എന്ന് പറയുന്നത് ഈ റഷ്യയുടെ തൊട്ട് അതിർത്തി പങ്കിടുന്ന യുക്രൈനിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെയൊക്കെ മിലിറ്ററി പ്രസൻസ് റഷ്യയുടെ ബാക്ക് യാർഡിൽ വരികയാണ്. അത് ഏതെങ്കിലും രാജ്യം അംഗീകരിച്ചു കൊടുക്കുമോ? പ്രത്യേകിച്ച് റഷ്യ ഈസ് എ നോൺ റൈവൽ ഓഫ് USA ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ തൊട്ടേ, വേൾഡ് വാറിന് ശേഷം തൊട്ടേ അവര് ഒരു റൈവൽസ് ആയിട്ട് തുടരുന്ന രണ്ട് രാജ്യങ്ങളാണ്. കോൾഡ് വാർ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി റഷ്യയും US-ഉം തമ്മിലായിരുന്നു. അപ്പൊ അവരുടെ ബാക്ക് യാർഡിൽ നാറ്റോയുടെ പ്രസൻസ് വരുന്ന അവർക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് അവർ പല രീതിയിൽ സ്റ്റേൺ ആയിട്ടുള്ള വാർണിംഗ് കൊടുത്തു ഈ വെസ്റ്റേൺ കൺട്രീസിനും ഒപ്പം യുക്രൈനും ഇത് കണ്ടിന്യൂ ചെയ്യരുത് പാടില്ല എന്ന്. പിന്നീടാണ് റഷ്യ യുക്രൈന്റെ ഭാഗമായ ക്രിമിയയുടെ അനക്സേഷൻ നടത്തുന്നത്. ഏത് പ്രദേശമാണ്? ക്രിമിയ. അത് 2014 എന്റെ വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ ഡേറ്റുകൾ, ഇയറുകളൊക്കെ. ക്രിമിയ അനക്സേഷൻ നടത്തുന്നു. പതുക്കെ അതിന്റെ പേരിൽ റഷ്യയെ G8 നിന്ന് പുറത്താക്കുന്നു. ഈ ക്രിമിയ എന്ന് പറയുന്ന യുക്രൈന്റെ പ്രദേശം റഷ്യ പിടിച്ചെടുത്തത് കൊണ്ട്, അനക്സേഷൻ നടത്തിയത് കൊണ്ട് G8 റഷ്യയെ പുറത്താക്കിയിട്ടാണ്. റഷ്യ പോയതുകൊണ്ടാണ് പിന്നെ അത് G7 ആയി മാറുന്നത്. ഇപ്പോഴത്തെ G7 കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റലിയിൽ മീറ്റിംഗ് ഒക്കെ നടന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നു. അവസാനം വൊളോഡിമിർ സെലൻസ്കി യുക്രൈന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു ഷുവർട്ടി വരികയാണ്, യുക്രൈൻ നാറ്റോയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോഴാണ് ഈ പുടിൻ യുക്രൈനെ അറ്റാക്ക് ചെയ്യുന്നത്. ആ അറ്റാക്കിന്റെ പേരിൽ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ചേർന്ന് റഷ്യക്ക് എതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നു. അങ്ങനെ സാങ്ഷൻസ് റഷ്യക്കെതിരെ ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേൾഡിൽ അവര് മിക്കവാറും മോസ്റ്റ് പവർഫുൾ നേഷൻസ് ആയിട്ടും എല്ലാം ഇടയിൽ നിന്നെല്ലാം അവർ ഒറ്റപ്പെട്ടു പോയി. പിന്നെ അവർക്ക് ഇന്ത്യ പോലുള്ള ചില ന്യൂട്രൽ കൺട്രീസ് അവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഗൾഫിലെ സൗദി അറേബ്യയും UAE പോലുള്ള പ്രമുഖ രാജ്യങ്ങൾ അവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. പക്ഷേ US-ന് എഗെയിൻസ്റ്റ് ആയിട്ട് പിന്നീട് നിന്നുകൊണ്ട് US-ന്റെ താല്പര്യങ്ങളെ പ്രതിരോധിക്കുന്ന ചില രാജ്യങ്ങൾ, ചൈന, ഇറാൻ, ഇപ്പൊ പറഞ്ഞ ഈ നോർത്ത് കൊറിയ, ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് അവർക്ക് പല ഡിഫറൻസസും ഉണ്ടെങ്കിലും അവരുമായിട്ട് ഒരുമിച്ച് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു റഷ്യക്ക്. എസ്പെഷ്യലി യുക്രൈൻ വാറിന്റെ ആ ഒരു സമയത്ത്
നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്യൂണിഷൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഷോർട്ടേജ് വരുന്നു. അപ്പൊ ഈ അമ്യൂണിഷൻസ് ഒക്കെ കൊടുത്ത് സഹായിച്ചത് നോർത്ത് കൊറിയ ആണെന്നാണ് പറയപ്പെടുന്നത്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൺ കിം ജോങ് ഉൺ 2023 അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലോ ആണെന്നാണ് എന്റെ വിശ്വാസം. 2023 സെപ്റ്റംബറിൽ അദ്ദേഹം റഷ്യ വിസിറ്റ് ചെയ്യുകയാണ്. റഷ്യ വിസിറ്റ് ചെയ്തതിനു ശേഷം സെപ്റ്റംബറിൽ തന്നെ റഷ്യ വിസിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു വർഷം പോലെ എന്തൊക്കെ മുമ്പേ വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയയിൽ പോകുന്നതും നോർത്ത് കൊറിയയുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്യുന്നതും. ഈ രണ്ട് രാജ്യങ്ങളും സാങ്ഷൻസ് നേരിടുന്ന രാജ്യങ്ങളാണ് ഫോർ ഡിഫറെന്റ് റീസൺസ്. റഷ്യ ഈസ് ഫേസിംഗ് സാങ്ഷൻസ് മെയിൻലി ഡ്യൂ ടു ദ Ukraine-Russia war, and at the same time North Korea is facing sanctions because of their nuclear programs and their long-range ballistic missiles programs. അപ്പം രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് ഒറ്റപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പൊ അവര് ഒരുമിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ആണ് ലോകത്തിന് ഉണ്ടാവാൻ പോകുന്നത്. എസ്പെഷ്യലി ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ഇവിടെ ഓൾറെഡി ഇപ്പൊ ഒരു പിന്നീട് നോർത്ത് കൊറിയക്കെതിരായിട്ട് ഒരു അലയൻസ് അവിടെ രൂപ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ജപ്പാനും സൗത്ത് കൊറിയയും, ഞാൻ SK എന്ന് എഴുതിയ സൗത്ത് കൊറിയയാണ്, USA ചേർന്നു. ഈ അലയൻസ് കൂടുതൽ സ്ട്രോങ് ആവും. കാര്യം ഈ നോർത്ത് കൊറിയയുടെ കൂടെ ഇപ്പൊ റഷ്യയും കൂടെ ചേരുമ്പോൾ ഇവരുടെ ജപ്പാന്റെ സൗത്ത് കൊറിയയുടെ സെക്യൂരിറ്റി ത്രെട്ട് കൂടുതലാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മൂന്ന് രാജ്യങ്ങൾ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു അലയൻസിലേക്ക് പോകും. അപ്പോ പിന്നെ ദിസ് വിൽ ഹാവ് ഫാർ റീച്ചിങ് ജിയോ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോർത്ത് കൊറിയ വിൽ നൗ ഹാവ് ലിറ്റിൽ ഇൻസെന്റീവ് ടു ഡിസ്കസ്. അതുപോലെ വേറൊരു പ്രശ്നം, ഈ ഡീന്യൂക്ലിയറൈസേഷൻ. അതായത് നോർത്ത് കൊറിയ ആക്ച്വലി ഇല്ലീഗലിയാണ് ഈ ന്യൂക്ലിയർ ആംസ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം നമ്മളുടെ ഡൊണാൾഡ് ട്രംപിന്റെ പീരീഡില് സിംഗപ്പൂരിലെ സെന്റോസ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. സിംഗപ്പൂരിലെ ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. ഞാൻ അവിടെ സെന്റോസ ഐലൻഡിൽ പോയിട്ടുണ്ട്. വളരെ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് സിംഗപ്പൂരിലെ സെന്റോസ ഐലൻഡ്, SENTOSA സെന്റോസ ഐലൻഡിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തിയാണ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റായ ഞാൻ ഈ പറഞ്ഞ സെയിം മനുഷ്യൻ കിം ജോങ് ഉണ്ണുമായിട്ട് മീറ്റിംഗ് നടത്തി ഡൊണാൾഡ് ട്രംപ് ഈ ഡീന്യൂക്ലിയറൈസേഷൻ ഓഫ് നോർത്ത് കൊറിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അവര് ഒരു പരിധി വരെയൊക്കെ അതിനോട് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ വരികയായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പൊ മൊത്തം കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീന്യൂക്ലിയറൈസേഷൻ, അതായത് നോർത്ത് കൊറിയയുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ നശിപ്പിക്കൽ എന്ന് പറഞ്ഞ പദ്ധതി ഒന്നും ഇനി നടക്കാൻ പോണില്ല. കാര്യം അതിൽ നിന്ന് യാതൊരു അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവാൻ പോണില്ല നോർത്ത് കൊറിയക്ക് മനസ്സിലായി. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു പ്രോബ്ലം ആണ്. പിന്നീട് വേറൊരു കാര്യം പറഞ്ഞേക്കെന്ന് വെച്ചാല് റഷ്യക്ക് ഓൾറെഡി അത്യാവശ്യം മോശം റിലേഷനാണ് ജപ്പാനുമായിട്ട്. ജപ്പാനൊക്കെയാണ് റഷ്യക്കെതിരെയുള്ള യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ സാങ്ഷൻസ് ഏർപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത്. അതേസമയത്ത് അവർ സൗത്ത് കൊറിയയായിട്ട് വലിയ പ്രോബ്ലം ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളായിട്ടും വളരെ മോശം റിലേഷൻഷിപ്പ് ആവും ഈ നോർത്ത് കൊറിയയായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന്റെ പേരിൽ. അതിന്റെ വ്യക്തമായ സിംബൽസ് ഇന്നലെ തന്നെ എമനേറ്റ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ സൗത്ത് കൊറിയയുടെ ഗവൺമെന്റ് റഷ്യയുടെ അംബാസിഡറെ വിളിച്ചു വരുത്തി അവര് എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നോർത്ത് കൊറിയക്ക് ഇതുപോലുള്ള സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് സൗത്ത് കൊറിയക്കാണല്ലോ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് ഇതില് പറയുന്നത്. അപ്പൊ എന്തായാലും ചൈന ഓൾ വെദർ ഫ്രണ്ട് ഓഫ് റഷ്യയാണ്, അവരവിടെ ഉണ്ട്. ഇറാൻ, അതിന്റെ കൂടെ നോർത്ത് കൊറിയ, ഇത്രയും രാജ്യങ്ങൾ റഷ്യക്കൊപ്പം വരികയാണ്. ഇനി ഇന്നലെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിയറ്റ്നാം വിസിറ്റ് ചെയ്തു. വിയറ്റ്നാം എന്ന് പറഞ്ഞാല് അമേരിക്കയുമായിട്ട് ഒരു വലിയ വാറുണ്ടായ രാജ്യമാണ് വിയറ്റ്നാം. ആ വാറിൽ അമേരിക്ക പരാജയപ്പെടുകയാണ്, ഇഫക്റ്റീവ്ലി ഒരു പരാജയപ്പെടുകയാണ് വിയറ്റ്നാം വാറിൽ. ആ വിയറ്റ്നാമില് ഇതുപോലെ അമേരിക്കയുമായിട്ട് ഐഡിയോളജിക്കലി ഒപ്പോസിഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിസിറ്റ് ചെയ്ത് പതുക്കെ ആ രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സൈഡിലോട്ട് വരുത്താൻ ശ്രമിക്കുകയാണ്. അത് റഷ്യയുടെ ഒരു ആവശ്യം കൂടിയാണ്. പക്ഷേ ഇത് ലോകത്തൊരു അനാവശ്യമായിട്ടുള്ളൊരു ആംസ് റേസിനോ അല്ലെങ്കിൽ ഒരു പുതിയ കോൾഡ് വാറിനോ ഒക്കെ തുടക്കം കുറിക്കും എന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ വിയറ്റ്നാമിലാണ് ഇപ്പം റഷ്യൻ പ്രസിഡന്റ് ഉള്ളത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇനി ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ആകെപ്പാടെ ഈ രണ്ട് ആർട്ടിക്കിൾസും കൂടെ ഉള്ളൂ. കാരണം സാറ്റർഡേസിൽ അങ്ങനെയാണ്, നമുക്കറിയാമല്ലോ. സാറ്റർഡേയിൽ ഹിന്ദുവിൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് കാണാറില്ല, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് കാണാറില്ല. അപ്പൊ ഇതിൽ എ മാൻഡേറ്റ് ഫോർ ന്യൂ എക്കണോമിക് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. എ മാൻഡേറ്റ് ഫോർ ന്യൂ എക്കണോമിക് അപ്രോച്ച്. എ മാൻഡേറ്റ് ഫോർ ന്യൂ എക്കണോമിക് അപ്രോച്ച് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ
നമ്മളുടെ നരേന്ദ്രമോദിയുടെ രണ്ടാം ഗവൺമെന്റിന് ശേഷം മോഡി 3 വരുന്നു. ഈ മോഡി 3 അല്ലെ എന്ന് പറയാൻ പറ്റൂല, NDA 3 എന്ന് പറയാൻ പറ്റും. അവർ മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അവരുടെ BJPയുടെ സീറ്റ്സിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റിഡക്ഷൻ ഉണ്ടായി, എസ്പെഷ്യലി ഇൻ ദ ഹിന്ദി ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റ്സ്. Those states are the catchment areas of BJP, but still they failed to make big impacts on those states. In Uttar Pradesh, BJP's seats reduced by half. Rajasthan, they faced substantial losses. Again in Haryana, another heartland state, there also BJP faced heavy losses in their seat count. ഇതിനെക്കുറിച്ചുള്ള പൊളിറ്റിക്സ് ആണ് ഹിന്ദുവിലും മിക്കവാറും ഇതുപോലുള്ള ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തുകൊണ്ടത്. പൊളിറ്റിക്സ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എക്കണോമിക്സ് ആണ് ഇന്നത്തെ ഈ ആർട്ടിക്കിളിലുള്ള. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എക്കണോമിക്സ് അതെന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതില് BJPക്ക് മെയിനായിട്ട് പരാജയം ഉണ്ടാവാൻ കാരണം ഒരു പരിധിവരെ ഇൻഫ്ലേഷൻ, അതുമൂലം ഉണ്ടായ ഫുഡ് പ്രൈസ് റൈസ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കുറവാണ് സത്യത്തിൽ. ഞാൻ ഈ ഇടയ്ക്കൊക്കെ പലതവണ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ് വിത്തിൻ RBI's ടോളറൻസ് ലിമിറ്റ്. RBIയുടെ ടോളറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 4 ± 2 ആണ്. സോ ഫോർ ദ ലാസ്റ്റ് 1.5 years ദാറ്റ് ഇൻഫ്ലേഷൻ ഈസ് വിത്തിൻ ദ ടോളറൻസ് ലിമിറ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബട്ട് സ്റ്റിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് വെരി ഹൈ. ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് വെരി ഹൈ, എസ്പെഷ്യലി നമ്മളുടെ സ്റ്റേപ്പിൾ ഫുഡ്സ് ആയ സീരിയൽസിലും പൾസസിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ കോമൺ മാന്റെ ഫുഡ് പ്ലേറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആയി. അപ്പൊ ഇത് പഴയ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല ഗവൺമെന്റുകളുടെയും പതനത്തിന് കാരണമായിട്ടുള്ള ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പതനത്തിന് കാരണമായിട്ടുണ്ട്, വാജ്പേയി ഗവൺമെന്റിന്റെ പതനത്തിന് കാരണമായിട്ടുണ്ട്. റീസെന്റ് ഹിസ്റ്ററിയിലുള്ള ഗവൺമെന്റുകളുടെ കാര്യം പറയുന്നത്, പഴയ ഗവൺമെന്റുകളുടെ കാര്യം പറയേണ്ട കാര്യമില്ല, പണ്ട് പട്ടിണിയായിരുന്നു ഇന്ത്യയിൽ. നരേന്ദ്രമോദി ഗവൺമെന്റ് പക്ഷേ സ്റ്റിൽ സർവൈവ്ഡ്. 240 സീറ്റ്സ് ഒക്കെ വിൻ ചെയ്ത് അവർക്ക് ഇന്ത്യയിലെ ലാർജസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആവാൻ പറ്റി. ഗവൺമെന്റ് ഫോർമേഷന്റെ ടച്ചിങ് ഡിസ്റ്റൻസിൽ എത്താൻ പറ്റി. അതിൽ വേറെ ചില കാരണങ്ങളുണ്ട്, അത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ഫുഡ് ഇൻഫ്ലേഷൻ തന്നെയാണ് ഒരു മെയിൻ പ്രശ്നം. ഒപ്പം തന്നെ ആൾക്കാരുടെ ഡിസ്പോസബിൾ ഇൻകത്തിലുണ്ടായ കുറവ്. ഈവൻ ജോലിയുള്ള ആൾക്കാർക്ക് പോലും അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറിയിലൊക്കെ കുറവുണ്ടായി. ക്വാളിറ്റി ജോബ്സിന്റെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ജോബ് കുറവുണ്ടായി. അതായത് അൺഎംപ്ലോയ്മെന്റ് എസ്പെഷ്യലി റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലല്ല, മെയിൻലി റൂറൽ ഏരിയാസിലൊക്കെ അൺഎംപ്ലോയ്മെന്റ് കൂടി. പിന്നെ അഗ്രികൾച്ചറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട പല ആക്ടിവിറ്റീസും പ്രോഫിറ്റബിൾ അല്ലാതായി മാറി. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടായി കാണാം. അത് ഗവൺമെന്റിന്റെ സീറ്റ്സ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ആവുന്നതിന് കാരണമായിട്ടുണ്ടാവാം എന്നും പറയുന്നു. ഇപ്പൊ ഇതില് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല്, അപ്പൊ ഗവൺമെന്റ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാ പറയുന്നത്. ഇപ്പം ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോഴത്തെ ഫോർമേഷനൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിയിലൊക്കെ ഒരു കണ്ടിന്യൂറ്റിയാണ്. മിനിസ്ട്രിയിലൊക്കെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ സെയിം ആണ്, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ സെയിം ആണ്, ഹോം മിനിസ്റ്റർ സെയിം ആണ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സെയിം ആണ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ സെയിം ആണ്. അപ്പൊ അതായത് കണ്ടിന്യൂറ്റി എന്നൊരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി ആ മിനിസ്റ്റേഴ്സിനൊക്കെ സെയിം നിലനിർത്തിക്കൊണ്ട്. പക്ഷേ അങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അതായത് നമ്മളുടെ കഴിഞ്ഞ മോഡി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന 3 മേഖലകൾക്കാണ്. ഒന്ന് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. എല്ലാ രീതിയിലും ഇന്ത്യയിലേക്ക് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുക. ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്ന, അതുപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വളരെ കണ്ടൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഈവൻ സബ്സിഡീസ് കൊടുത്തും നമ്മളെ ഇൻഡസ്ട്രീസിനെ, വിദേശ കമ്പനീസിനെ ഒപ്പം ഇന്ത്യയിലെ സ്വദേശി കമ്പനീസിനെയും പ്രൊഡക്ഷൻ നടത്താൻ ഗവൺമെന്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യായിരുന്നു ഒരു പ്രധാനപ്പെട്ട പരിപാടി. അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് PLA എന്ന് പറയുന്ന സ്കീം. അതിനെക്കുറിച്ച് നീ പറയുന്നത് ജസ്റ്റ് ഞാൻ പറയുന്നതാ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നുള്ള സ്കീം. ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ സെമി കണ്ടക്ടർ ഫീൽഡ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഫീൽഡ്, വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലുള്ള സംഭവങ്ങളാണ് വൈറ്റ് ഗുഡ്സ്. അപ്പൊ വൈറ്റ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് ഫീൽഡ്, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, അതുപോലെ പിന്നീട് ഓട്ടോമൊബൈൽസ്, ഈ ഫീൽഡിലെല്ലാം ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സേ വരൂ, ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ. അതുപോലെ ഇന്ത്യക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. ഈ ഞങ്ങൾ പറയുന്ന ഈ ഫീൽഡുകളിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ അപ് ടു 75% വരെ ഞങ്ങൾ സബ്സിഡി തരാം. അതായത് ഗുജറാത്തിൽ മൈക്രോൺ എന്ന് പറയുന്ന കമ്പനി ഇപ്പോ സെമി കണ്ടക്ടർ അസംബ്ലിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഗുജറാത്തിൽ അമേരിക്കൻ കമ്പനിയാണ് മൈക്രോൺ. അവരുടെ പ്രോജക്ട് കോസ്റ്റിന്റെ 75% ബെയർ ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്.
10,000 കോടിയാണ് കോസ്റ്റ് എങ്കിൽ, ഞാൻ വെറുതെ പറയുന്ന ഒരു ഫിഗറാണ്, 7,500 crore ഗവൺമെന്റ് കൊടുക്കും, 2,500 crore ആയിരിക്കും ബാക്കി അവരെ നാവുന്നത്. പക്ഷേ അത് കൊടുക്കുമ്പം അവർ ഇത്ര വർഷത്തിനകം ഇത്രയും ജോബ് ആ ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ആരും ക്രിട്ടിസൈസ് ചെയ്യുന്നൊന്നുമില്ല PLI സ്കീമിന്. ഞാൻ പറഞ്ഞതാണ്, ഗവൺമെന്റിന്റെ ഒരു ഡയറക്ഷൻ അങ്ങനെയായിരുന്നു, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം കൊണ്ടുവരിക. രണ്ടാമതായിട്ട് ഡിജിറ്റലൈസേഷൻ. അതായത് എല്ലാ സെക്ടറിലും, എക്കണോമിയുടെ എല്ലാ സെക്ടറിലും ഡിജിറ്റലൈസേഷൻ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഡിജിറ്റൽ എക്കോണമി, നമ്മളിപ്പോ കടയിൽ പോയി ചായ കുടിച്ചാലും നമ്മൾ ഫോൺ പേ വെച്ചായിരിക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ വെച്ചായിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. ആ ഡിജിറ്റൽ എക്കോണമി ക്രിയേറ്റ് ചെയ്യുക. വേൾഡിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ എക്കോണമി ഇപ്പൊ ഇന്ത്യയുടേതാണ്. ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ബിഗ് ഹൈവേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റോഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുക. അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം കുറച്ച് ഗ്യാരണ്ടീസ് കൊടുക്കുക. അതായത് ഇപ്പൊ പ്രധാനമന്ത്രി PM കിസാൻ പോലുള്ള സ്കീം വഴി, PM കിസാൻ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, PM കിസാൻ എന്താണ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകർക്ക് 6,000 രൂപ വീതം 6,000 rupees വെച്ച് എവറി ഇയർ 6,000 rupees will be credited to the account of each and every farmer in India, eligible farmer in India. അതാണ് PM കിസാൻ എന്ന് പറയുന്ന സ്കീം, 6,000 rupees. അത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻകം സപ്പോർട്ട് കൊടുക്കുക. അതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളുടെ ആൾക്കാരുടെ അപ്രൂവൽ അതിന് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ വേർഡിക്റ്റ് എന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ പോളിസി ഡയറക്ഷൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുത്ത വേറൊരു സംഭവമാണ് മാക്രോ എക്കോണമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയുടെ ഫണ്ടമെന്റൽസ് എല്ലാം പക്കായിട്ട് നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുക. അതൊരുവിധം നന്നായിട്ട് നമ്മളുടെ ഫിസ്ക്കൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തൊരു ഗവൺമെന്റാണ്. ഞാൻ എൻ്റെ ജീവിത കാലയളവിൽ കണ്ടിട്ടുള്ള ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10-15 വയസ്സാവുന്നവരെ എനിക്ക് ഈ ഗവൺമെന്റുകൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റിയോ നോളജോ ഒന്നും എനിക്കില്ലായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ള ഗവൺമെന്റുകൾ, എൻ്റെ 15 years അല്ലെങ്കിൽ എൻ്റെ 17-18 years ഏജിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഗവൺമെന്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫിസ്ക്കൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത ഗവൺമെന്റ്. സ്വാഭാവികമായിട്ട് അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ഈ ആർട്ടിക്കിളിലും അദ്ദേഹം പറയുന്നുണ്ട്, ഈ എക്കണോമിസ്റ്റും. പക്ഷേ ഫിസ്ക്കൽ ഡിസിപ്ലിൻ നിലനിർത്തിക്കൊണ്ട്, ഫിസ്ക്കൽ ഡിസിപ്ലിൻ വേണ്ടെന്നല്ല പറയുന്നത്, ഫിസ്ക്കൽ ഡിസിപ്ലിൻ വേണം, ഡിജിറ്റലൈസേഷൻ ഓഫ് എക്കോണമി വേണം, എല്ലാം വേണം. അതിനൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. അത് പുള്ളി മെയിനായിട്ട് പറയുന്നത് വെച്ചാല്, ഒന്നാമത്തെ അഗ്രികൾച്ചർ മേഖല കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മള് ഈ മില്ലറ്റ്സിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മില്ലറ്റ്സ് കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടൊക്കെ ഇന്ത്യയുടെ പ്രേരണയിൽ UN ഡിക്ലെയർ ചെയ്തു. അപ്പൊ മില്ലറ്റ്സിന്റെ പ്രൊഡക്ഷനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അത് മാത്രം പോരാ. നമ്മള് പല നമ്മളുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഇപ്പൊ വീറ്റിന്റെ പ്രൊഡക്ഷനിൽ ഇപ്പം കുറവുണ്ടാകുന്നുണ്ട്, എസ്പെഷ്യലി പൾസസിന്റെ പ്രൊഡക്ഷൻ. ഈ പൾസസിന്റെ പ്രൊഡക്ഷനിൽ നമുക്ക് ഹ്യൂജ് ഡെഫിസിറ്റ് ആണ് എപ്പോഴും രേഖപ്പെടുന്നത്. നമ്മൾ യുക്രൈനിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഇറക്കുമതിയാണ് ചെയ്യുന്നത് പൾസസ്. അതൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ പൾസസ് പ്രൊഡക്ഷൻ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുക. ഒപ്പം നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന വേറൊരു മേഖലയാണ്, പൾസസ് പോലെ വേറൊരു മേഖലയാണ് ഇൻഫ്ലേഷൻ, ഫുഡ് ഇൻഫ്ലേഷന് കാരണമാകുന്ന വേറൊരു മേഖലയാണ് വെജിറ്റബിൾസിന്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ. ഇത് പലപ്പോഴും സംഭവിക്കുന്നത്, അത്യാവശ്യത്തിന് ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ പോലും പലപ്പോഴും കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസിന്റെ ആബ്സെൻസ് കൊണ്ട് ഈ ഫാമേഴ്സിന് ഇത് ത്രോ അവേ പ്രൈസസിന് വിൽക്കേണ്ടി വരുന്നു പലപ്പോഴും. അപ്പൊ അത് അവർക്ക് നഷ്ടക്കച്ചവടമായിട്ട് മാറുന്നു. അപ്പം അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, കോൾഡ് സ്റ്റോറേജ്, അതുപോലെ ഇതുപോലുള്ള പിന്നീട് അവർക്ക് അവരുടെ പ്രോഡക്ട്സ് എത്രയും ഷോർട്ട് ടൈമിൽ ഈ സെല്ലിംഗ് പോയിന്റ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം അഗ്രികൾച്ചർ മേഖലയ്ക്ക് ഒരുക്കി കൊടുക്കുക എന്നതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. വേറൊരു പ്രഷർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലേബേഴ്സ്, മൈഗ്രന്റ് ലേബേഴ്സ് ഒത്തിരിയുള്ള ക്രോഡ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ലോ കോസ്റ്റിൽ ട്രെയിൻ യാത്ര പോസിബിൾ ആവണം. ഇന്ത്യയിലെ മോദി സർക്കാർ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞാൽ ചെയ്യണം. വന്ദേ ഭാരത് എക്സ്പ്രസും ബുള്ളറ്റ് ട്രെയിൻസും ഒക്കെ പോലുള്ള ഹൈ എൻഡ് ട്രെയിൻസിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം ഈ ലോ ഫെയർ ഉള്ള ട്രെയിനുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നൊരു സംശയം. കാര്യം ഈ മൈഗ്രന്റ് ലേബേഴ്സ് അതുകൊണ്ടാണ് ഈ വന്ദേ ഭാരത് അല്ലാത്ത ട്രെയിനുകളിലെ
റിസർവ്ഡ് കമ്പാർട്ട്മെന്റ്സിൽ കയറി ഇവർ ഇരിക്കുകയും ഭയങ്കര പ്രശ്നം ഉണ്ടാകുകയും അതിന്റെ റിസർവ് ചെയ്തേക്കുന്ന ആൾക്കാരും ഈ മൈഗ്രന്റ് ലേബേഴ്സ് തമ്മിൽ അടിയെ കൊണ്ടുവന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ റെയിൽവേ മേഖലയിൽ അത്തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവണം. പിന്നെ ഇന്ത്യയിലെ ബിഗ് സിറ്റീസിൽ വാട്ടർ ഷോർട്ടേജ് ആണ്. ഡൽഹി, ബംഗളൂരു പോലുള്ള ഇന്ത്യൻ സിറ്റികൾ, ഇന്ത്യയുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, ഇന്ത്യയിലെ ബിസിനസിന്റെ IT-യുടെ ഹബ്ബാണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നാണ് ബംഗളൂരു അറിയപ്പെടുന്നത്. അവിടെയൊക്കെ വലിയ വാട്ടർ ഷോർട്ടേജ്, ആ ക്രൈസിസ്, ഇതൊക്കെയാണ് ആദ്യം പരിഹരിക്കേണ്ടത്. ഒപ്പം നമ്മൾ ഇപ്പൊ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഡിജിറ്റലൈസേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എത്തിക്കാനുള്ള പരിപാടികളും അതുപോലെ നമ്മളുടെ എന്താ പറയുക ഫിസിക്കൽ ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് എല്ലാം ചെയ്യണം അതിന്റെ കൂട്ടത്തിൽ. പക്ഷെ ഇങ്ങനെയുള്ള ചില പ്രഷർ പോയിന്റ്സ്, ഈ 2-3 കാര്യങ്ങൾ പുള്ളി പ്രഷർ പോയിന്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത് അഗ്രികൾച്ചർ, അതുപോലെ റെയിൽവേ, അതുപോലെ പിന്നീട് വാട്ടർ സ്കേഴ്സിറ്റി, അതെല്ലാം പരിഹരിക്കണം. അതിനൊക്കെയാണ് ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. അപ്പൊ നിങ്ങളിത് വായിച്ചു നോക്കുക. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, അത് മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി എ പ്രോഗ്രസീവ് ഇന്ത്യൻ പോളിസി ഓൺ മ്യാൻമർ ഔട്ട്ലൈൻഡ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഇത് ഞാൻ ഓടിച്ചങ്ങ് പറയാം. ഇത് ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇതില് നമ്മളെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന മണിപ്പൂരുമായിട്ടൊക്കെ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിന്റെ അതിർത്തിയുള്ള രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത്. മ്യാൻമറിൽ ഇപ്പൊ വലിയ പ്രോബ്ലംസ് ആണ്. മ്യാൻമറിലെ മെയിൻ പ്രോബ്ലം അവിടുത്തെ പട്ടാള ഭരണകൂടമാണ്, മിലിറ്ററി ജുണ്ടയാണ്. ഈ ജുണ്ട അവിടുത്തെ ഇലക്ടഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് 2021 ചവിട്ടി പുറത്താക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ ഭരണം പൂർണ്ണമായും അവരുടെ കൈക്കുള്ളിലാക്കുന്നു. അപ്പോഴും നമ്മളുടെ ഗവൺമെന്റ് ഈ ജുണ്ടയെ, മിലിറ്ററിയെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും നിൽക്കാതെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ പോളിസി തെറ്റാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പക്ഷേ ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ് because northeastern area is a very problematic area for India. There is internal conflicts, there are insurgency problems, and India's northeastern area has a very long border with Myanmar. Many people are actually creating problems inside India and they are fleeing to Myanmar. So Indian military and Indian border security forces are doing some effective interventions inside the territory of Myanmar. Myanmar is a sovereign nation. With the knowledge of the military government there, Indian army is doing some covert and overt operations inside the territory of Myanmar. For that, India needs the support of that government there. Even if it is a military government or a democratic government, India needs the support of their government. Then only India can do that, do those operations, surgical strikes like operations. So, നമ്മളിത് കുറച്ച് കണ്ണടച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ എല്ലാവരും ചവിട്ടി അരയ്ക്കുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ കുറെ കാര്യങ്ങൾ ചെയ്യണം. നമ്മളുടെ ഈ മ്യാൻമർ പോളിസി ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നത്. ഇപ്പൊ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മ്യാൻമറിൽ ഇദ്ദേഹം പറയുന്നത് ഒരു സത്യമാണ്. മിലിറ്ററിക്ക് പതുക്കെ അവിടുത്തെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പല പ്രോവിൻസസിലും അവിടുത്തെ ഡെമോക്രാറ്റിക് ഫോഴ്സസ് കൂടുതൽ ശക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ പാരലൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു, അവർ പാരലൽ ഫോഴ്സസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യക്ക് അവരുമായിട്ടും എൻഗേജ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ചൈന ഈസ് മേക്കിംഗ് ഹ്യൂജ് ഇമ്പാക്ട് ഇൻസൈഡ് മ്യാൻമർ, ഡിപ്ലോമാറ്റിക് ഇമ്പാക്ട് ഇൻസൈഡ് മ്യാൻമർ. അപ്പൊ നമ്മളത് നാളെ ഒരു സമയത്ത് അവിടുത്തെ മിലിറ്ററിക്ക് അവിടെ ഭരണം നഷ്ടപ്പെട്ട് അവിടുത്തെ ഡെമോക്രാറ്റിക് ഫോഴ്സസ് അധികാരത്തിൽ വന്നാൽ ചൈനയ്ക്ക് മാത്രം അവിടെ ഹോൾഡ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. സോ ഇന്ത്യ ഹാസ് ടു balance the act. India has to balance their relationship with both these pro-democratic forces and their military and the military rulers there. അതാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്നെന്ന് വെച്ചാൽ ഇത് പറയുന്നത് നമ്മളുടെ ഡെമോക്രസിയാണ്. നമുക്ക് ചൈനയ്ക്ക് ഓഫർ ചെയ്യാൻ പലതും കാണും. പക്ഷെ ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവര് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഡെമോക്രാറ്റിക് വാല്യൂസ്. അവർ ആഗ്രഹിക്കുന്നത് ഡെമോക്രസിയാണ് അവിടെ. അപ്പൊ നമുക്ക് ഈ അവരവിടെ 2008 ഈ മ്യാൻമറിലെ പട്ടാളം ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ അവർ റീഡ്രാഫ്റ്റ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്, അവിടുത്തെ പ്രോ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസും ഒക്കെ ഉള്ള ഇന്ത്യ പോലൊരു രാജ്യത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻപുട്സ് അവർക്ക് കൊടുക്കാൻ പറ്റും. അത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഇത് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ
ഇന്ത്യ അവിടുത്തെ മിലിറ്ററിക്ക് ഇപ്പൊ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത് രഹസ്യമായിട്ട്. ആ ആയുധങ്ങൾ കൊടുക്കൽ സ്റ്റോപ്പ് ചെയ്യണം. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവിടുത്തെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ, ഈ പ്രോ ഡെമോക്രസി ആക്ടിവിസ്റ്റുകളെയും ഫൈറ്റേഴ്സിനെയൊക്കെ കില്ല് ചെയ്യുന്നത് ഈ പട്ടാളം. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഇത് പറയുന്നത്. പക്ഷെ അത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയും അവിടുത്തെ മ്യാൻമറിലെ ഗവൺമെന്റും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് മോശമാവുകയും, ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻസും ഒക്കെ ഇന്ത്യക്ക് സെക്യൂരിറ്റി ആസ്പെക്ട്സ് നല്ലതായിരിക്കത്തില്ല. രണ്ടാമത്തെ സജഷൻ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇത് പറയുന്നത് വെച്ചാൽ ഇന്ത്യ അവിടെ നല്ല രീതിയിൽ ഈ എയ്ഡ് കൊടുത്ത് സഹായിക്കണം. അതായത് ഇപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ഈ പ്രോ ഡെമോക്രസി ആക്ടിവിസ്റ്റുകളും ഒക്കെ ഒരുപാട് അവിടെ നിന്ന് പിന്നീട് അവിടെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് പലതും ഇപ്പൊ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യ അസിസ്റ്റൻസ് കൂടുതലായിട്ട് ഇവർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്തൊരു പരിപാടി FMR എന്ന് പറഞ്ഞ് നമുക്ക് മ്യാൻമറുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. FMR, ഫ്രീ മൂവ്മെന്റ് റെജിം എന്നാ പറയുന്നത്. ഈ ഫ്രീ മൂവ്മെന്റ് റെജിം ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് 10-15 കിലോമീറ്ററോളം മ്യാൻമറുകാർക്കും മ്യാൻമറിന്റെ അതിർത്തിയിൽ 10-15 കിലോമീറ്ററോളം ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിത്തൗട്ട് വിസ പോകാമായിരുന്നു. അതായിരുന്നു ഫ്രീ മൂവ്മെന്റ് റെജിം. അത് സ്റ്റോപ്പ് ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല, മണിപ്പൂർ കലാപമാണ് കാരണം. മണിപ്പൂരിൽ ഒരുപാട് അതിർത്തിയുണ്ട് മ്യാൻമറുമായിട്ട്. അങ്ങോട്ടുള്ള അവിടെ നിന്നുള്ള ഒരുപാട് തീവ്രവാദികൾ മണിപ്പൂരിലേക്ക് കയറി അവിടെ കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് FMR സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഈ ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന FMR ഫ്രീ മൂവ്മെന്റ് റെജിം എഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് ഇവർക്ക് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ നമ്മൾ എത്തിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം വേൾഡ് റെഫ്യൂജി ഡേ അന്നത് ഡിസ്കസ് ചെയ്താണ്. June 20 വേൾഡ് റെഫ്യൂജി ഡേ അന്ന് ഡിസ്കസ് ചെയ്തു. നമുക്ക് 1951 UN റെഫ്യൂജി കൺവെൻഷനിൽ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റെഫ്യൂജീസിന് നമ്മൾ ഇവിടെ അസൈലം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ഒരുപാട് റെഫ്യൂജീസിനൊക്കെ അസൈലം കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ മ്യാൻമറിൽ നിന്നുള്ള റെഫ്യൂജീസിന് ഇന്ത്യയിൽ ഇപ്പോഴും അസൈലം കൊടുക്കുന്നതെന്ന് മാത്രമല്ല, അവരെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അവരെ ഡീറ്റൻഷൻ സെന്ററിൽ പിടിച്ചിടുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഡീറ്റൻഷൻ സെന്ററിൽ പിടിച്ചിടുകയോ തിരിച്ച് അവരെ അയക്കുകയോ ചെയ്യുന്നത്. ഈ ഗ്ലോബൽ നിയമങ്ങൾ അനുസരിച്ച് ഈ ഒരു രാജ്യത്ത് നിന്ന് അവിടുത്തെ പെർസിക്യൂഷൻ നേരിട്ട് ഇങ്ങോട്ട് വരുന്ന റെഫ്യൂജീസിനെ തിരിച്ച് അതേ രാജ്യത്തേക്ക് തന്നെ അയക്കുന്നത് തെറ്റാണ്. കാര്യത്താണ് അവർ വീണ്ടും ആ പ്രശ്നത്തിലേക്ക് തന്നെ ചെന്ന് പോകേണ്ട അവസ്ഥയല്ലേ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മ്യാൻമറിൽ നിന്നുള്ള റെഫ്യൂജീസിന് ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് കാണാതെ പക്ക റെഫ്യൂജീസ്, ഈവൻ ഇഫ് ഇന്ത്യ ഇസ് നോട്ട് എ സിഗ്നറ്ററി ഓഫ് 1951 റെഫ്യൂജി കൺവെൻഷൻ, ഇന്ത്യ ഷുഡ് ഗീവ് ദം പ്രോപ്പർ റെഫ്യൂജി സ്റ്റാറ്റസ് ആൻഡ് ദ അസോസിയേറ്റഡ് റൈറ്റ്സ് എന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ. ഓക്കെ, ഇത് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആർട്ടിക്കിൾ, എസ്പെഷ്യലി സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്. ഇന്റർനാഷണൽ റിലേഷൻ, ഇന്ത്യയുടെ അടുത്ത രാജ്യവും ഇന്ത്യയുടെ നല്ല ബന്ധമുള്ള രാജ്യമാണ് മ്യാൻമർ. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, നമ്മളെ ഇപ്പം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പല എക്സാമിലെയും പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഈ June 21 തൊട്ട് ഇന്നലെ തൊട്ട് ഒരു നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. അതനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഏതാണ്ട് 1 crore rupeesന്റെ ഫൈനും 5 വർഷം ഇംപ്രിസൺമെന്റുമാണ് ഇത്തരത്തിലുള്ള ചീറ്റിംഗ്, ഓർഗനൈസ്ഡ് ചീറ്റിംഗ് എക്സാമിൽ കാണിച്ചാൽ വരാൻ പോകുന്നത്. അത് പണ്ടേ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇന്നലെ തൊട്ടാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്, June 21 തൊട്ട്. ആ നിയമത്തിന്റെ പേര് ദ പബ്ലിക് എക്സാമിനേഷൻസ് ബ്രാക്കറ്റിലെ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024. ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ്, അത് ബ്രാക്കറ്റിൽ വേണം എഴുതാൻ. പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 അത് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇത് കിരൺ റിജു ആണ്, ഇന്ത്യയുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആണ് കിരൺ റിജു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. കൊടിക്കുന്നിൽ സുരേഷിനെ എന്തുകൊണ്ട് പ്രോടൈം സ്പീക്കർ ആക്കിയില്ല എന്നുള്ള വിവാദത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പ്രോടൈം സ്പീക്കർ എപ്പോഴും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞേക്കുന്ന റിപ്ലൈ, അദ്ദേഹം 8 തവണ ഇലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ 2 തവണ പാർലമെന്ററി ഇലക്ഷനിൽ തോറ്റുപോയിട്ടുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ ആബ്സെന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം അല്ല സീനിയർ മോസ്റ്റ്, മറ്റേ ആളാണെന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞേക്കുന്നത്, പാർലമെന്ററി ട്രഡീഷൻ ഒന്നും അങ്ങനെയല്ല. കോൺഗ്രസ് തന്നെ 2-3 പേര് പറഞ്ഞിട്ട് പ്രോടൈം സ്പീക്കേഴ്സിന് സീനിയർ മോസ്റ്റ് അല്ലാത്ത ആൾക്കാര്. വാജ്പേയി പാർലമെന്റിലെ MP സീനിയർ മോസ്റ്റ് ആയിട്ട് വാജ്പേയി ഉള്ള സമയത്ത് അദ്ദേഹത്തിന് പ്രോടൈം സ്പീക്കർ ആക്കാതെ വേറൊരാളാക്കിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ് കേട്ടോ. ഇതൊക്കെ വെറും പൊളിറ്റിക്സ് ആണ്. അങ്ങനെ ട്രഡീഷൻ പ്രിഡോമിനന്റ്ലി അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും അതിൽ നിന്ന് ഇപ്പം പറയുന്ന ഒപ്പോസിഷൻ പാർട്ടീസും അങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹിസ്റ്ററിയാണ്, നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ യോഗ ഡേ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തു വേൾഡ് വൈഡ് ആയിട്ട്. UN ആണ് June 21 ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അണ്ടർ ദ ഇൻസിസ്റ്റൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം, ഇന്ത്യയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ത്യയുടെ
ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയ യോഗ എന്ന് പറയുന്ന സംഭവം, ഇന്ത്യയുടെ സോഫ്റ്റ് സ്കില്ലായ യോഗ എന്ന് പറയുന്ന സംഗതിയെ വേൾഡ് വൈഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് UN ഡിക്ലെയർ ചെയ്തത് June 21. ഓക്കെ, അത് പഠിച്ചു വെച്ചാണ്. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന 2-day വിസിറ്റിന് ഇന്ത്യയിലേക്ക് വന്നേക്കുന്നു. ദാറ്റ് ഇസ് എ ട്രഡീഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ, ട്രഡീഷൻ ഇൻ ബംഗ്ലാദേശ്. വൺസ് എ ന്യൂ പ്രൈം മിനിസ്റ്റർ ഈസ് ന്യൂലി ഇലക്ടഡ് in Bangladesh, they will first visit India. That's a tradition. Okay. In Nepal also, the same will take place. If somebody assumes the role of Prime Minister in Nepal, they will visit India first. ഭൂട്ടാനിലും അങ്ങനെയാണ്. അതുപോലെ മാൽദീവ്സിലും അങ്ങനെയായിരുന്നു. മുഹമ്മദ് മൊയ്സ് വരുന്നത് വരെ. മുഹമ്മദ് മൊയ്സ് ആ ട്രഡീഷൻ തെറ്റിച്ചു. ചൈനയിലാണ് അതിൽ പോയത്. ഓക്കെ, അപ്പം അതവിടേക്കാണ്. അപ്പൊ ഈ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് കുറച്ച് എഗ്രിമെന്റ്സ് ഒക്കെ ഇപ്പൊ സൈൻ ആവും. അതിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല, അത് നാളത്തേക്ക് ന്യൂസ് പേപ്പറിൽ കാണാം. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോ ബീരേൻ സിംഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. മണിപ്പൂരിൽ 3 മാസത്തിനകം പീസ് തിരികെ വരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ വെറും പ്രോമിസ് ആയി അവസാനിക്കാനേ ചാൻസ് ഉള്ളൂ. മണിപ്പൂർ ഫോർ ദ ലാസ്റ്റ് 14 months മണിപ്പൂർ ഈസ് ഫേസിംഗ് സിവിയർ ക്രൈസിസ്, but still there is no end to that crisis. അതാണ് സത്യം. അപ്പൊ ബീരേൻ സിംഗ് is the chief minister of Manipur. ഓക്കെ, പിന്നെ NHRC ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്ര ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പിന്നെ ഇവിടെ TB ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ച് പറഞ്ഞു. TB, ട്യൂബർക്കുലോസിസ് ഈസ് എ വെരി ബിഗ് എന്താ പറയുന്ന ഹെൽത്ത് പ്രോബ്ലം ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഒരു ഡിസീസ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ പേഷ്യൻസ്, TB പേഷ്യൻസ് ഉള്ള രാജ്യം ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് എയിം ഈസ് ടു ഇറാഡിക്കേറ്റ് TB കംപ്ലീറ്റ്ലി ബൈ 2025, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ടു അച്ചീവ്. ഗവൺമെന്റ് ഈസ് മേക്കിംഗ് സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് ഇൻ ഇറാഡിക്കേറ്റിംഗ് TB. പക്ഷേ 2025 തീരാണെന്ന് പോകണില്ല. ഇന്ത്യയുടെ ഗവൺമെന്റ് എയിം ഈസ് ടു ഇറാഡിക്കേറ്റ് TB ബൈ 2025. അപ്പൊ അത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഓരോരോ NGOs ഒക്കെ ശ്രമിക്കുന്നുണ്ട്. NGO ഇപ്പൊ റീച്ച് എന്ന് പറഞ്ഞൊരു NGOയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞത്. റീച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനോടെ പറയുന്നുണ്ട്, റിസോഴ്സ് ഗ്രൂപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കേസി ഫോർ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നാണ് റീച്ച്. ആ റീച്ചിന്റെ എക്സ്പാൻഷൻ പഠിക്കുന്നത് വേണ്ട, അതൊരു NGO ആണ്. റീച്ച് എന്ന് പറഞ്ഞൊരു NGO അവരെന്ത് ചെയ്യുന്ന വെച്ചാല് TB ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തു. TB ചാമ്പ്യൻസ് അത് ക്രിയേറ്റ് ചെയ്തത് അവര് യുണൈറ്റ് ടു ആക്ട് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വഴിയാണ്. യുണൈറ്റ് ടു ആക്ട് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വഴി, യുണൈറ്റ് ടു ആക്ട് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വഴി TB ചാമ്പ്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തു. ഈ TB ചാമ്പ്യൻസ് എല്ലാം TB സർവൈവേഴ്സ് ആണ്. TB രക്ഷപ്പെട്ട ആൾക്കാരാണ്. 12,000 അങ്ങനെയുള്ള TB ചാമ്പ്യൻസിനെ യുണൈറ്റ് ടു ആക്ട് എന്നൊരു പ്രോഗ്രാം വഴി അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് ഇന്ത്യയിലെ ലാക്സ് ഓഫ് TB പേഷ്യൻസിന്റെ ഇടയിലേക്ക് വിട്ടിട്ട് അവർക്ക് വേണ്ട ഇൻപുട്ടുകൾ നൽകി അവരെ TBയെ ബെറ്ററായിട്ട് പ്രതിരോധിക്കാൻ എക്യുപ്പ് ചെയ്തു. അതാണ് ഈ റീച്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യം. അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഇതിനെ എല്ലാത്തിനും നേരിടാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ MPCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഗ്രോത്ത് സാക്രിഫൈസ് വ്യൂ ഗ്രോസ് ഇൻ MPC. MPC means Monetary Policy Committee. Monetary policy, what is monetary policy? Everybody knows about it. I recently also discussed in detail about monetary policy. Reserve Bank of India's main job is to issue monetary policy once in 2 months. It is a bi-monthly activity. Previously, it was a sole function of Reserve Bank of India. Now it is not like that. Now it is being prepared by MPC Monetary Policy Committee that has 6 members. Out of them 3 members are from Reserve Bank of India and 3 members are from Government of India. Government of India അല്ലെങ്കിൽ Government of India അവരുടെ ബാക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഒരു MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നത്, റിലീസ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മോണിറ്ററി പോളിസിയുടെ എയിം ഈസ് ടു കണ്ടെയ്ൻ ഇൻഫ്ലേഷൻ, contain retail inflation and also stimulate economic growth in India. മോണിറ്ററി പോളിസിയുടെ ഉദ്ദേശം എന്താണ്? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, റീറ്റെയിൽ ഇൻഫ്ലേഷൻ പ്ലസ് നമ്മളുടെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ്. അത് നമുക്ക് പിന്നൊരിക്കൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. NBFC ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. NBFC
നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഷാഡോ ബാങ്ക്സ് എന്ന് വിളിക്കുന്ന മേഖലയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFC. ഇഫ് യു ടേക്ക് ദ എക്സാമ്പിൾ, മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, like institutions are known as NBFCs or non-banking financial companies. Non-banking financial companies can do a lot of activities of banks, but they cannot do all the activities of banks. Okay, അപ്പോൾ അതുകൊണ്ടാണ് അവർ NBFC അല്ലെങ്കിൽ ഷാഡോ ബാങ്ക്സ് എന്നറിയപ്പെടുന്നത്. ബാങ്ക് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഫുൾ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റത്തില്ല NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്. ലോകത്തെ ഏറ്റവും കൂടുതൽ NBFCs ഉള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ഇന്നലെ ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ കണ്ടു, എക്കണോമിക് ടൈംസിലാണ് കണ്ടാന്ന് തോന്നുന്നു. വേൾഡിൽ ഏറ്റവും കൂടുതൽ NBFCs ഉള്ള മൂന്നാമത്തെ രാജ്യം. ആൻഡ് NBFCs are growing at a very substantial pace in India, and it is actually promoting growth of Indian economy. So NBFCs are always good for our Indian economy, but at the same time it should be strongly regulated. It should be strongly regulated, and the regulator of NBFCs is also Reserve Bank of India. Reserve Bank of India തന്നെയാണ് NBFCസിന്റെ റെഗുലേറ്റർ. അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുക ആരാണ് NBFCയുടെ റെഗുലേറ്റർ എന്ന്. RBI ആണ്. ഓക്കെ, പിന്നെ ഇത്രയാണ് ഈ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഒരു കാര്യം, Armenia becomes the latest nation to recognize Palestine. പാലസ്റ്റീൻ എന്ന രാജ്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് നേഷനായിട്ട് അർമേനിയ മാറി. ഈ ഇടയ്ക്ക് സ്പെയിനും നോർവേയും ഒക്കെ, പിന്നീട് ഐസ്ലാൻഡ് ആയിരുന്നു ഒന്ന്, ഈ മൂന്ന് രാജ്യങ്ങൾ ഈ ഇടയ്ക്ക് പലസ്റ്റീനിനെ റെക്കഗ്നൈസ് ചെയ്തു. ഇപ്പൊ അർമേനിയ ഈസ് അനദർ യൂറോപ്യൻ നേഷൻ recognizing Palestine. It is a blow for Israel. That's why Israel yesterday എന്താ ഇതെന്ന് വെച്ചാൽ അവര് പിന്നീട് അർമേനിയയുടെ ഒഫീഷ്യൽസിനെയൊക്കെ വിളിച്ചു വരുത്തി അതിന്റെ പേരിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും അതൊരു അറിഞ്ഞിരിക്കുക. അർമേനിയയുടെ ക്യാപിറ്റലാണ് എരവാൻ. YEREVAN. എരവാൻ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് അർമേനിയ. പിന്നെ ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ യൂറോ കപ്പ് നടന്നുകൊണ്ടേയിരിക്കുന്നു. യൂറോ കപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യം, യൂറോ കപ്പിൽ അറിയേണ്ട യൂറോ കപ്പ്, ഹു ഈസ് ദ വിന്നർ ഓഫ് യൂറോ കപ്പ്, അത് യൂറോ കപ്പ് കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റൂ. ഹു ഈസ് ദ ഫൈനലിസ്റ്റ് ഇൻ യൂറോ കപ്പ്, അനദർ അല്ലെങ്കിൽ റണ്ണർ അപ്പ് ഇൻ യൂറോ കപ്പ്, അത് അറിഞ്ഞിരിക്കണം. ആൻഡ് ദ വെന്യൂ ഓഫ് യൂറോ കപ്പ് ജർമ്മനി. ഇത്രയും അറിഞ്ഞാൽ മതി അതിൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ വീക്കെൻഡ് സ്പോർട്ട്, അത് വേണ്ട നമുക്ക്, അത് എല്ലാ ആഴ്ചയും വരുന്നതാണ് സാറ്റർഡേയിൽ. പിന്നെ ക്രിക്കറ്റ് പേജിലേക്ക് പോകുമ്പോൾ T20 ക്രിക്കറ്റ് ആണ്. T20 ക്രിക്കറ്റ് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട. ഞാൻ ഈ നേരത്തെ യൂറോ കപ്പിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. യൂറോ കപ്പ് നടക്കുന്ന എവിടെയെന്ന് നമ്മൾ നോക്കി, അത് ഫൈനൽ ആരൊക്കെ തങ്ങളിലായിരുന്നു വെച്ച് വിന്നർ ആയിരുന്നു നോക്കി. അതുപോലെ T20 വേൾഡ് കപ്പിന്റെ എവിടെ നടക്കുന്നു, ഹു ഈസ് ദ വിന്നർ, ഹു ഈസ് ദ റണ്ണർ അപ്പ്, ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ അടുത്ത ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. സൗത്ത് അമേരിക്കൻ കൺട്രീസ് ആണ് പ്രിഡോമിനന്റ്ലി അതിലുള്ളതെങ്കിലും നോർത്ത് അമേരിക്ക, USA ഒക്കെ അതിന്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് ഇപ്പം. അപ്പൊ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞൊരു ടൂർണമെന്റ് ഇപ്പൊ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുക. കോപ്പ അമേരിക്ക, മെസ്സി ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കാര്യം എന്താണ്, മെസ്സി ഈസ് ആൻ അർജന്റീനിയൻ ഫുട്ബോളർ. അർജന്റീന ഈസ് ഇൻ സൗത്ത് അമേരിക്ക. സോ ഡെഫിനറ്റ്ലി അർജന്റീന വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ കോപ്പ അമേരിക്ക ടൂർണമെന്റ്. അപ്പോൾ അവരൊക്കെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുക. കോപ്പ അമേരിക്ക വിൻ ചെയ്തത് ആരെന്നറിയണം നമ്മൾ. അങ്ങനെ അതൊക്കെ കഴിയട്ടെ, അപ്പം അല്ലാതെ ഇപ്പൊ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് നമുക്ക് ന്യൂസുകളൊന്നുമില്ല, സ്പോർട്സ് ന്യൂസുകൾ. പിന്നെ ഫസ്റ്റ് പേജ്, EC begins work on polls in Jammu and Kashmir and 3 other states. After the successful completion of Lok Sabha election, again another election season is going to come. Election Commission of India is preparing ground for the elections of 4 states in India. Not 4 states, 3 states and 1 union territory. That the 4th union territory is also going to get their statehood back immediately. Our state ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന, then യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. 4 സ്ഥലങ്ങളിൽ ഉടനെ ഇലക്ഷൻ വരും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്തിലൊക്കെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. ബൈ സെപ്റ്റംബർ ദ ഇലക്ഷൻ വിൽ ബി ഫിനിഷ്ഡ്. ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? രാജീവ് കുമാർ. ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നതെങ്കിലും ഇദ്ദേഹമാണ് ദ chief responsible person of conduct of elections in India, and he is a constitutional authority because election commission of India ennu parayna constitution prakaram undakiyittulla sambhavamund. He is a constitutional authority, chief election commissioner. Current chief election commissioner is Rajiv Kumar aanu current chief election commissioner parayana. Okay, pinna
ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് കോവാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കോവാക്സിൻ നമ്മളെ കോവിഡ് സമയത്ത് കോവിഷീൽഡ് എടുത്ത പോലെ പലരും കോവാക്സിൻ എടുത്തായിരുന്നു. കോവാക്സിൻ വാസ് ജോയിന്റ്ലി ഡെവലപ്ഡ് ബൈ ഭാരത് ബയോടെക് ആൻഡ് ICMR. ICMR എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ദാറ്റ് ഈസ് an agency of government of India, and Bharat Biotech is a Hyderabad-based private institution, private biotechnology institution. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് കോവാക്സിൻ ഡെവലപ്പ് ചെയ്തെങ്കിലും പേറ്റന്റ് ഫയൽ ചെയ്തപ്പോഴത്തേക്ക് ഭാരത് ബയോടെക്കിന്റെ പേര് മാത്രമേ എഴുതിയുള്ളൂ. ICMR-ന്റെ പേര് അതിൽ നിന്ന് ഒമിറ്റ് ചെയ്തു. അത് എന്തുകൊണ്ട് എന്നൊരു അന്വേഷണമാണ് ഈ വാർത്തകൾ. ഓക്കെ, ഇനി അടുത്ത പേജുകളിലൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല. ആസാമിൽ ഭയങ്കര ഫ്ലഡ് നടന്നുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ആൻ ആനുവൽ ഇവന്റ് ഇൻ ആസാം. നമ്മൾ ചിരിക്കാൻ പാടില്ല, ചിരിച്ചതല്ല. കേരളത്തിൽ തന്നെ വല്ലപ്പോഴും ഒരു ഫ്ലഡ് വരുമ്പോൾ നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ആസാം ഇറ്റ് ഈസ് ആൻ ആനുവൽ ഇവന്റ്. എവറി ഇയർ there will be floods in Assam due to Brahmaputra river. That's why Brahmaputra is known as Sorrow of Assam. Sorrow of Assam എന്നാണ് ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്നത്. അവിടുത്തെ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് എ നാഷണൽ പാർക്ക് ഇൻ Assam which is very famous for one-horned rhinos. One-horned rhinos. അവരൊക്കെ പലപ്പോഴും റൈനോസ് ഒക്കെ വെള്ളത്തിൽ ഒഴുകി പോകുന്ന കാണാം ബിക്കോസ് ഓഫ് ഫ്ലഡ് ഡ്യൂ ടു ബ്രഹ്മപുത്ര റിവർ. ഓക്കെ, ഇപ്പൊ അവിടെ ഫ്ലഡ് ആണ്. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ടുമോറോ ഇസ് സൺഡേ, അപ്പം നാളെ ഡിസ്കഷനില്ല. അഗെയിൻ വി വിൽ മീറ്റ് ഓൺ മൺഡേ വിത്ത് സൺഡേസ് ആൻഡ് മൺഡേസ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്ത് നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.